പാരന്തയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കു മേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധി വിധി പറയും ദിവസത്തിനേകാധിപനെ നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയ മാത്രം സകലം സഹായം തീർപ്പതും തിരുമുൻപിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോ തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗഭ്രഷ്ടൻ വഴിയിലുമെല്ലാം. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയെല്ലാം സന്മാർഗഭ്രഷ്ടൻ വഴിയിലുമെല്ലാം. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രതിജ്ഞ. നമ്മൾ വസിക്കുന്ന ഈ ലോകം എത്ര മനോഹരമാണ്. കിളികൾ, പൂക്കൾ, സർവ്വചരാചരങ്ങൾ ഒന്നിച്ചു വാഴുന്ന ഈ ലോകം എന്തു മഹത്തരമാണ്. ഭൂമിയെ സംരക്ഷിക്കുക എന്നത് എൻ്റെ കടമയാണ്. നമ്മുടെ ജൈവ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യമാണ്. പ്രകൃതിക്കും ആവാസ വ്യവസ്ഥയ്ക്കും കോട്ടം തട്ടിക്കുന്ന ഒരു പ്രവർത്തനങ്ങളിലും ഞാൻ പങ്കാളിയാവുകയില്ല എന്ന് ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. Assalamu alaikum. I am Shadiya from 8th A. Pledge. I will plant more than one tree in every year and I also care for it. I will not waste the natural resources like water, petroleum, electricity and others. I will not use plastic or will not burn it. I will reduce the uses of equipment that generate pollution. I will make my lifestyle environment friendly. I will try to avoid the activities which are harmful to our environment. Thank you. പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. കോവിഡ് മഹാമാരിയുടെ ഭീതിയിലാണ് ഇന്ന് ലോകം പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചും അതിന്റെ സംരക്ഷണത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധമുണ്ടാക്കുകയും കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ദിനാചരണം ലക്ഷ്യം വെക്കുന്നത്. അന്തരീക്ഷത്തിൽ അടിഞ്ഞുകൂടിയ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നീ വാതകങ്ങളുടെ ആധിക്യം നമ്മുടെ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും ആഗോളതാപനത്തിന് കളമൊരുക്കുകയും ചെയ്യുന്നു. പ്രകൃതി, പ്രളയം, കൊടുങ്കാറ്റ്, വരൾച്ച തുടങ്ങിയ അനേകം ദുരന്തങ്ങളിലൂടെ നമുക്ക് പല മുന്നറിയിപ്പുകളും നൽകുന്നുണ്ടെങ്കിലും മനുഷ്യവർഗം അതൊന്നും വളരെ ഗൗരവത്തിലെടുക്കാത്ത അവസ്ഥയിലാണ്. ലോകത്തെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും ആരോഗ്യത്തിനും പ്രകൃതി സംരക്ഷണം അത്യാവശ്യമാണ്. അതുകൊണ്ടുതന്നെ നാം അധിവസിക്കുന്ന ഭൂമി സുന്ദരമായി സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അതേപോലെ തന്നെ നാം അനുഭവിക്കുന്ന ശുദ്ധവായുവും ശുദ്ധജലവും വരുന്ന തലമുറകൾക്ക് കൂടി പങ്ക് കൊള്ളേണ്ട ഉത്തരവാദിത്വവും നമുക്ക് തന്നെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വിശ്വാസത്തിന്റെ കൂടി ഭാഗമാണ്. പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരാൾ ഒരു ഫലവൃക്ഷം നട്ടുവളർത്തുകയും അതിന്റെ ഫലങ്ങൾ മനുഷ്യരടക്കമുള്ള അനേകം ജീവജാലങ്ങൾ ആഹരിക്കുകയും അതിന്റെ തണലിൽ ആളുകൾ വിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്ര കാലത്തോളം തുടരുന്നുവോ അത്രയും കാലം ആ വൃക്ഷം വെച്ചുപിടിപ്പിച്ച ആൾക്ക് പടച്ചതമ്പുരാൻ അതിന്റെ പ്രതിഫലം നൽകുന്നതാണ്.
അതുകൊണ്ട് കുട്ടികളായ നമുക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫലവൃക്ഷങ്ങളും ചെടികളും പരമാവധി വെച്ച് പിടിപ്പിക്കുക. നമ്മുടെ അടുക്കളത്തോട്ടങ്ങൾ പരിപാലിക്കുക. വെള്ളം അനാവശ്യമായി പാഴാക്കാതിരിക്കുക, അതിനെ സംരക്ഷിക്കുക. പ്ലാസ്റ്റിക് ഉപകരണങ്ങളും വസ്തുക്കളും നിർമ്മാർജ്ജനം ചെയ്യുക. നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. അങ്ങനെ നമുക്കും ഈ ദൗത്യത്തിൽ പങ്കാളികളാകാം. IRHSലെ നാച്ചുറൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ പരിസ്ഥിതി ദിനാചരണ ആചരണത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അതിന് നേതൃത്വം നൽകിയ അതിന്റെ കോർഡിനേറ്റർ മനോജ് സാറിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും. Respected dignitaries on and off the dais, Assalamu alaikum wa rahmatullahi wa barakatuh. A warm good morning to all. On this occasion, I don't want to prolong my speech. Today we are going to celebrate World Environment Day. As you know, the UNESCO announced the theme of World Environment Day 2021: Reimagine, Recreate, Restore Together. So, Mr. Manoj sir, who is the coordinator of NGC, Shamila ma'am, headmaster, and our chief guest Hamid Ali Warekar, I welcome all of them on behalf of our school and the celebration. Dear students and parents, this is our duty to protect our environment and balance biodiversity. So I don't know how people are not bothered about the existing environment, means the condition of our earth. So this is our duty to plant more and more trees and protect our nature as we can possible. Now I would like to invite Shamila ma'am to talk more about our Environment Day celebration. Thank you. Assalamu alaikum. ബഹുമാനപ്പെട്ട HM, ഡയറക്ടർ, സെക്ഷൻ ഹെഡ്, പ്രിയ സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിച്ചു വരികയാണല്ലോ. നമുക്കറിയാം, നമ്മുടെ ഭൂമിയെ ഇന്ന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യൻ്റെ അമിതമായ ചൂഷണം മൂലം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ജീവജാലങ്ങളും വംശമറ്റ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. പല ആവാസ വ്യവസ്ഥകളും ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ലോക പരിസ്ഥിതി സംഘടന ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്. ഒരു വൃക്ഷം നടുന്നതിലൂടെ മാത്രമല്ല, ആ വൃക്ഷത്തെ പരിപാലിക്കുമ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാത്തരം ജന്തുക്കളെ സംരക്ഷിക്കുന്നതും മൂലവും ആകുമ്പോൾ മാത്രമേ നമ്മൾ പരിസ്ഥിതി സംരക്ഷകരായി മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന യാതൊരു പ്രവർത്തനങ്ങളും ഉണ്ടാവരുത്. പ്രതിജ്ഞയിൽ പറഞ്ഞതുപോലെ നമ്മളത് അനുസരിക്കുകയും നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുകയും വരുന്ന തലമുറയ്ക്ക് അതുപോലെ പകർന്നു കൊടുക്കുവാനും നമ്മൾക്ക് കഴിയണം. അപ്പോൾ നമ്മൾ ജൂൺ 5 പരിസ്ഥിതി ദിനം ആചരിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും
പരിസ്ഥിതി ദിനമായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രകൃതിയോടും നമ്മുടെ സസ്യജന്തുജാലങ്ങളോടുള്ള സ്നേഹം നമ്മൾക്ക് എന്നും നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കൂടെ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ നമ്മുടെ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ NGC കോർഡിനേറ്ററായ ഹമീദ് അലി വാഴക്കാട് സാറുണ്ട്. അദ്ദേഹം തികച്ചും ഒരു അധ്യാപകനും ഒപ്പം തന്നെ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ്. നിങ്ങളോട് സംസാരിക്കുന്നതിനായി അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയരെ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഐക്യരാഷ്ട്രസഭ ഈ വർഷം നമ്മുടെ മുന്നിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ അഥവാ പരിസ്ഥിതി പുനഃസ്ഥാപനം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ജൂൺ 5 ഒരു മരം നട്ട് നമ്മുടെ ദിനാചരണം നടത്തിപ്പോകും. അതല്ല യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അതിനും അപ്പുറത്തെ വലിയ സന്ദേശങ്ങൾ ജൂൺ 5 നൽകാനുണ്ട്. നമുക്കറിയാം, ലോക്ക്ഡൌണിലാണ്, നമ്മളെല്ലാവരും വീട്ടിലാണ്, സ്കൂളിലേക്കൊന്നും പോയിട്ടില്ല. ഈ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മുടെ തൊടിയിൽ ഇറങ്ങിയിട്ട് വീട്ടുപരിസരത്തെ ചെടികളെ നിരീക്ഷിക്കുക. എത്ര വ്യത്യസ്തമായ ചെടികളുണ്ട് എൻ്റെ തൊടിയിൽ എന്ന് പരിശോധിക്കുക. അതിന് എണ്ണം കുറഞ്ഞുവെങ്കിൽ എന്തുകൊണ്ട് കുറഞ്ഞു? ഈ ചെടിയിലേക്ക് വരുന്ന പൂമ്പാറ്റകളെ ശ്രദ്ധിക്കുക. പൂമ്പാറ്റകള് തേൻ നുകരാൻ വരുന്നുണ്ട്, മുട്ടയിടാൻ വരുന്നുണ്ട്. മുട്ട വിരിഞ്ഞിറങ്ങിയ പുഴുക്കളെ കാണാം. ഈ പുഴുക്കൾ എങ്ങനെയാണ് പൂമ്പാറ്റകളാകുന്നത് നിരീക്ഷിക്കാം. ഇത് മാത്രമല്ല, ധാരാളം പക്ഷികൾ വരുന്നുണ്ട്. ഈ പക്ഷികളെ നിരീക്ഷിക്കാം, പക്ഷികളുടെ സ്വഭാവങ്ങൾ പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ധാരാളം പ്രാണികൾ. ഈ പ്രാണി ലോകം വളരെ വലുതാണ്. രാത്രികാലങ്ങളിൽ നമുക്ക് തവളകളുടെ ശബ്ദം കേൾക്കാം. മഴക്കാലത്താണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ മഴയുടെ ഒരുക്കമുള്ള ഒരു സമയത്ത് തവളകളെ രാത്രി സമയത്ത് അതിൻ്റെയൊക്കെ ചേഷ്ടകളെല്ലാം ശ്രദ്ധിക്കാനുള്ള സമയമൊക്കെയാണ് ഇപ്പോൾ. ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളെ നിരീക്ഷിക്കാൻ നമുക്ക് പറ്റും. അതോടൊപ്പം തന്നെ അതിന്റെ നേരെ മറുഭാഗത്ത് ധാരാളം പ്ലാസ്റ്റിക് വസ്തുക്കൾ വീട്ടിലേക്ക് വരുന്നു. ഈ വസ്തുക്കളെല്ലാം നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അത് സംസ്കരണശാലയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? കത്തിക്കാൻ പാടില്ലാത്തത് കത്തിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് നമ്മുടെ മാലിന്യങ്ങൾ ആയിത്തീരുന്നത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയും അത് ഒരു പ്രശ്നമായി നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ പരിഹാരമെന്ന് അന്വേഷിക്കുക കൂടി ഈ ദിനത്തിൽ നമുക്ക് ആരംഭിക്കാം. അങ്ങനെ ഒരു ദിനത്തിൽ ഒതുങ്ങാതെ ഒരാഴ്ചക്കാലമെങ്കിലും നമ്മുടെയൊക്കെ വീടുകളിൽ പരിസ്ഥിതി ദിനം നമുക്ക് ആചരിക്കേണ്ടതുണ്ട്. നല്ല കൃഷിയിടങ്ങൾ ഒരുക്കാം. അതോടൊപ്പം തന്നെ വീടും പരിസരവും ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കാം. കൊതുകുകൾ പെരുകുന്നത് വലിയൊരു അപകടകരമായ കാര്യമാണ് മഴക്കാലത്ത്. അത് തടയാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാം. അങ്ങനെ വളരെ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി നിങ്ങൾ പരിസ്ഥിതി ദിനം ആചരിക്കുക. എല്ലാവർക്കും ഈ പരിസ്ഥിതി ദിനത്തിൽ നന്മകൾ നേരുന്നു. നിങ്ങൾ നല്ല പ്രോഗ്രാമുകളുമായിട്ട്. Respected Director Harisa, HM Majid sir, my dear teachers, my beloved students, Assalamu alaikum warahmatullahi wabarakatuh. We all live in the house of the earth, whose roof is environment. We should take care of these two, because our life will be healthy and safe only when the earth will be green and the environment will become clean. World Environment Day is celebrated every year on June 5th. This day was established in 1972 by United Nations General Assembly. This day is celebrated especially to consider the issues to solve environmental problems. This is a great annual event during which we focus our attention on issues related to the environment and try to solve them completely. Our purpose behind celebrations World Environment Day is to protect every possible natural environment on earth so that the prospect of a healthy life is always on the earth. In this Environment Day, UNESCO has kept forward the message reimagine, recreate, restore. So my dear students, conserve our environment. It is the place where we live in. So we should keep it. So my dear students, conserve our environment. It is the place where we live in. So we should keep it clean, safe and hygiene, which will help us to lead a healthy life. In this corona
pandemic time. We all are at home. We have a plenty of time. It's the apt time to save our environment. The best thing which you can do by sitting at home is plant a lot of trees, which will help in the future days, which is good for the next generation. The same earth, the same environment, and life are the same. So do not waste it. Live it. This is what I want to convey you. So remember about the 3 R's. The Environmental Day message: reimagine, recreate and restore. Thank you, my dear students. Assalamu alaikum wa rahmatullahi wa barakatuh. Next, I cordially invite IRHS's NGC coordinator Manoj sir. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണെന്നും പരിസ്ഥിതി സംരക്ഷണം വെച്ചുകൊണ്ടാണ് അത് ആചരിക്കുന്നതെന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, കാട്ടുതീ, ഉരുൾപൊട്ടൽ, ഇതിനെല്ലാം പുറമെ ടൗട്ട, ഫാനി, ബുൾബുൾ തുടങ്ങിയ വിഭിന്നമായിട്ടുള്ള ചുഴലിക്കാറ്റുകൾ 3 വർഷക്കാലമായി കേരളക്കരയാകെ ഒന്നാകെ പേടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രളയം, ഇതെല്ലാം പ്രകൃതിയുടെ മുന്നറിയിപ്പുകളാണല്ലോ. ഈ 2021 പരിസ്ഥിതി ദിനത്തിൽ നാം വരവേൽക്കുന്നത് 3 ദശലക്ഷത്തിലധികം ആളുകളുടെ ജീവനെടുത്ത കോവിഡിന്റെ ഭീതിയിൽ മാത്രമല്ല, മറിച്ച് ഇത്തരത്തിൽ വിവിധ രൂപത്തിൽ, വിവിധ ഭാവത്തിൽ നമുക്ക് പ്രകൃതി നൽകുന്ന മുന്നറിയിപ്പിന്റെ കൂടി വെളിച്ചത്തിലാണ്. ശാസ്ത്രത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള വികാസം മനുഷ്യന്റെ ഉപഭോഗ സംസ്കാരത്തിൽ വലിയ പുരോഗതി കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും ഇതൊക്കെ പ്രകൃതിയെ മറന്നുകൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് 20 ഫുട്ബോൾ ഗ്രൗണ്ടിന് സമാനമായിട്ടുള്ള അത്രയും വിസ്തൃതിയുള്ള മഴക്കാടുകൾ നമുക്ക് നഷ്ടമായി പോയത്. 4019 ദശലക്ഷത്തിലധികം പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ സമുദ്രത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. 40,000-ലധികം ജീവിവർഗങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതായിത്തീർന്നത്. അതുകൊണ്ടാണ് 1972 ഒരേ ഒരു ഭൂമി എന്ന ആശയം വെച്ച് തുടങ്ങിയ ഈ പരിസ്ഥിതി ദിനാചരണം ഇന്ന് ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കുക എന്ന ആശയത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ആവാസ വ്യവസ്ഥയിലെ ഓരോ ഇഴയും നാം പറിച്ചെടുക്കുമ്പോൾ പിന്നീട് അത് ഏച്ചുവെച്ച് കൂട്ടിയാൽ ഒരിക്കലും മുളച്ചു നിൽക്കാതെ ഇരിക്കില്ലല്ലോ. കോവിഡ് മൂലം മനുഷ്യരെല്ലാം വീട്ടിലിരുന്നപ്പോൾ നമ്മുടെ ഭൂമി, പ്രകൃതി ഒന്ന് ആശ്വസിച്ചുയർന്നത്, സൗന്ദര്യത്താൽ വിടർന്നത് നാം കണ്ടതാണ്. ആ മാറ്റമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ റോബർട്ട് സ്വാൻ പറഞ്ഞതുപോലെ ഈ ഭൂമിക്ക് മേലുള്ള അല്ലെങ്കിൽ ഈ ഗ്രഹത്തിന് മേലുള്ള ഏറ്റവും വലിയ ഭീഷണി എന്താണെന്ന് വെച്ചാൽ മനുഷ്യരുടെ വിശ്വാസമാണ്. താൻ ഒന്നും ചെയ്തില്ലെങ്കിലും മറ്റാരെങ്കിലും ഈ ഭൂമിയെ സംരക്ഷിച്ചു കൊള്ളുമെന്നുള്ള വിശ്വാസം. ആ വിശ്വാസത്തിന് ഇനിയും മാറ്റം വരാതിരുന്നാൽ നാളെയുടെ തലമുറയോട് നാം മാപ്പ് പറയേണ്ടവരായി തീരും. കാരണം തികച്ചും സൗജന്യമായി നാം ശ്വസിക്കുന്ന വായു, ഭക്ഷണം, വെള്ളം ഇതെല്ലാം നമുക്ക് അനുഭവിക്കാമെങ്കിൽ എന്തുകൊണ്ട് നാളത്തെ തലമുറകൾക്ക് അത് അനുഭവിച്ചുകൂടാ? ആ മാറ്റം വരുത്തേണ്ടത് നമ്മളാണ്. വലിയൊരു മാറ്റം വരുത്താമെന്ന ഒരു പക്ഷെ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ ചെറിയ ചെറിയ നീക്കങ്ങളിലൂടെ ഒരു വലിയ മാറ്റം തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതിനൊരിക്കലും പരിസ്ഥിതി ദിനത്തെ ആശ്രയിച്ചിരിക്കേണ്ടതില്ലെന്ന് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് നമുക്ക് മുന്നിട്ടിറങ്ങാം ഇതിന്. Reimagine, recreate, restore. Respected teachers and all my dear friends, a warm welcome to all. I'm happy to speak on one of my favorite topic, protection of environment. Earth provides enough to satisfy every man's need, but not every man's greed. You don't have to go far to know who said these words. These were the words of our father of nation, Mahatma Gandhi. This unique planet itself is its greatest treasure. How the earth has been providing us a balanced supply of everything we need. The air we breathe, the water we drink, the soil we cultivate, and anything and everything with this planet that make life possible is surely a matter of amusement.
Our environment, which is understood as a system of living and non-living things around us, is a crucial part in our survival. We should understand that the factors that make life possible cannot be easily assembled or created. Knowing this fact, scientists have been looking for other celestial bodies in this galaxy that can sustain life. But the paradox here is we do not give the same effort to sustain this beautiful environment. It's now pointless to count the numerous actions by man harm our environment. We have understood this from the rejection of Gadgil report. What has to be sought out now is why do we keep on doing this harm even after knowing that it's going to backfire us? The reason is that man is a self-centered creature and all he does is for his momentary gain. This includes even you and me. The first African woman to win the Nobel Prize, Wangari Maathai, had said that the environment and the economy are really both two sides of the same coin. If we cannot sustain the environment, we cannot sustain ourselves. This is the fact we have been neglecting for centuries. The economic development that we seek for ourselves or the nation is impossible when the course of action destructive to our environment. Do we need to cite example from afar? Haven't we learned our lesson from the recent floods and the raging seas? There is a difference between the use and abuse of nature. Ecologists Madhav Gadgil and Ramachandra Guha have written a book on the same title in which they have explained the purpose of their collaboration, answering the critics and suggesting possible future paths for the environmental movement. Amidst a pandemic and the increasing number of various fungal infection, we should realize that these are the ways how our actions have backfired us. We know that this infection become fatal in those with a weak immunity system. But why are our immunity system weak? Because we have long lost the habit of eating healthy. Most of our food items are brought which used to be cultivated a few decades back. And what do we buy? Agriculture has become a business with a tremendous use of pesticides and fertilizers. Besides, common farmers are never appreciated or supported. What about the pollution we have been used to? The air, the water and the soil, everything we have poisoned and subjected ourselves to polluted environment. All these factors have partially affected our health. So let me conclude by saying that there are no problems that separately affect the environment without affecting us in return. It is not just our duty to protect this environment, but it is our need. So let us unite against environment destruction by using eco-friendly products for daily use, switching to renewable energy sources, promoting organic farming, preventing extensive quarrying and forest land acquisitions. Let us declare ourselves ambassador of this planet, our only